നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ സക്രിയ ബസാർ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി നിധിയിലേക്ക് നൽകുക, വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മഴക്കാലത്ത് മെക്കനൈസ്ഡ് ഡീവാട്ടറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കുട്ടനാട്ടിലെ ജലനിരപ്പ് പരിധിയിൽ നിർത്തുക, കനാലുകളിലും തോടുകളിലും ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന എക്കലുകൾ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 വഞ്ചനാ ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന്റെ പ്രവർത്തനത്തിന് ആലപ്പുഴ വളഞ്ഞവഴിയിൽ തുടക്കമായി. പുന്നപ്ര വിയാനിപ്പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് വളഞ്ഞവഴി പടിഞ്ഞാറ് പ്രവർത്തനം ആരംഭിച്ചത്. H. സലാം MLA ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ സക്രിയ ബസാർ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA സമരസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനോഹരമായെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൺമറഞ്ഞു പോയ ഒരുപാട് കവികൾ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു വെച്ച വാചകങ്ങൾ നമ്മളിന്ന് ജീവിക്കുന്നതിനിടയിൽ എത്രയോ പ്രസക്തമാണ്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഒരു നാടിനോട് പറഞ്ഞ കവിവാക്യമാണെങ്കിലും അതെല്ലാം നമ്മൾ നോക്കിയാൽ ഇപ്പോഴും എത്രയോ പ്രസക്തമായ സംഗതികളാണ്. എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ അവിടെയാണ് സ്വാതന്ത്ര്യം, എവിടെ ശിരസ് ഉയർത്തി നിൽക്കുന്നുവോ അവിടെയാണ് സ്വാതന്ത്ര്യം എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, മാനികൾക്ക് പാരതന്ത്ര്യം, മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞ കുമാരനാശാനാണ്. ആണ്ടേക്ക് ഒരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം എന്ന ചോദ്യം ഒരു സമൂഹത്തോട് ചോദിച്ചത് കേരളത്തിലെ പ്രിയപ്പെട്ട കവികളാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ എത്രമായി ഈ ഓരോ ചോദ്യത്തിന്റെയും ഉള്ളിൽ നിൽക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ലളിതമായി കിട്ടിയ ഒന്നല്ല, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. മധുരതരമായ ഓർമ്മ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ രാജ്യ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ തീക്ഷ്ണമായ സമര മുഹൂർത്തങ്ങളെ ഒന്നുകൂടി നമ്മൾ ഓർമ്മിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുള്ളവരാണ്. അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന ചരിത്രമെല്ലാം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ആ പ്രക്ഷോഭത്തിന്റെ എല്ലാ ഏത് ഏടുകൾ നോക്കിയാലും ദേശീയ പ്രസ്ഥാനമായ അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരം നോക്കിയാൽ രാജ്യത്തെ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള പോരാളികളുടെ സമര മുഹൂർത്തങ്ങൾ വായിച്ചാൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യ മൂല്യങ്ങളെയും തച്ചുടച്ച് RSSന്റെ അജണ്ടയ്ക്കനുസരിച്ച് നാടിനെ കൊണ്ടുപോകാമെന്ന് കരുതേണ്ടതില്ലെന്ന് H. സലാം പറഞ്ഞു. സക്രിയ ബസാറിൽ സംഘടിപ്പിച്ച സമരസംഗമത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കുര്യൻ അധ്യക്ഷനായി. ബ്ലോക്ക് ട്രഷറർ നിതിൻ സതീശൻ, ജോയിന്റ് സെക്രട്ടറി NJ ജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ രമ്യ സുർജിത്ത്, K. കമൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണി കണ്ണൻ, ദീപു ബോസ്, CPIM ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, VG വിഷ്ണു, അഡ്വക്കേറ്റ് S. അനിൽ, KJ പ്രവീൺ, PK സുധീഷ് എന്നിവർ സംസാരിച്ചു. നേരത്തെ EMS സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നും സമ്മേളന നഗരിയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു. ബ്ലോക്ക് സെക്രട്ടറി G. ശ്രീജിത്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി നിധിയിലേക്ക് നൽകുക, വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി നിധിക്ക് നൽകുക, വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുക, ക്ഷേമനിധി പ്രായപരിധി എടുത്തുകളയുക, മിനിമം പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പ്രവാസി സ്റ്റാറ്റസ് സമയപരിധി എടുത്തുകളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ആ ഫണ്ടിൽ മാത്രം 2022 കണക്ക് പ്രകാരം 571.4 കോടി രൂപ മിച്ചമുണ്ടെന്നാണ്. 571 കോടി രൂപ 2022 അതിനുശേഷം 23, 24, 25 തീയതികളിലെ കണക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് കൂട്ടിച്ചേർന്നാൽ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1000 കോടി രൂപയോളം വരുന്ന സംഖ്യയാണ് ഡെഡ് മണിയായി മറ്റൊന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്നത്. നമുക്ക് ലോകത്തിലുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഇന്ത്യയിലെ പ്രവാസികൾക്കുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എന്താ പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G. ഹരികുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സോളമൻ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി B. അൻസാരി ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. സുരേഷ് ബാബു, നൂറുദ്ദീൻ കുന്നുംപുറം, കമാൽ നൌഷാദ്, ഹാഷിം, ടോം ജേക്കബ്, റിയാസ് ഇസ്മായിൽ, കരുണാകരപിള്ള എന്നിവർ സംസാരിച്ചു. മഴക്കാലത്ത് മെക്കനൈസ്ഡ് ഡീവാട്ടറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കുട്ടനാട്ടിലെ ജലനിരപ്പ് പരിധിയിൽ നിർത്തുക, കനാലുകളിലും തോടുകളിലും ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന എക്കലുകൾ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 വഞ്ചനാ ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. മഴക്കാലത്ത് മെക്കനൈസ്ഡ് ഡീവാട്ടറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കുട്ടനാട്ടിലെ ജലനിരപ്പ് പരിധിയിൽ നിർത്തുക, കനാലുകളിലും തോടുകളിലും ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന എക്കലുകൾ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 വഞ്ചനാ ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വഞ്ചനാ ദിനാചരണത്തിന്റെ ഭാഗമായി മാർ തോമസ് തറയിൽ മെത്രോപൊലിത്തയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ കുട്ടനാട് ഐക്യദാർഢ്യ ധർണ നടത്തും. 17 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിക്കുന്നത്. അതിരൂപതയിലെ എല്ലാ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇടവകകളും ഐക്യദാർഢ്യ സദസ്സിൽ പങ്കുചേരുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ ചിങ്ങം 1-ാം തീയതി കേരളമൊട്ടാകെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. പല മേഖലകളിലും ഈ കർഷക വിരുദ്ധ സമീപനങ്ങൾക്കെതിരായി ഒരു പ്രതിഷേധ ദിനവുമായും ആചരിക്കുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ തലത്തിൽ കേരളമൊട്ടാകെ ഒരു കർഷക പ്രതിഷേധ വഞ്ചനാ ദിനമായി ആചരിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസും അഭിവന്യ തറയിൽ പിതാവ് മെത്രാപ്പൊലീത്ത ആയതിനു ശേഷം കാർഷിക മേഖലയിലും കുട്ടനാട്ടിലും വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. ഏതാണ്ട് 30,000 അടുത്ത ആളുകൾ പങ്കെടുത്ത നസ്രാണി മുന്നേറ്റം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടത്തിയത്. അത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് നടന്നത്. എന്നാൽ നാളിതുവരെയും ഇതിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ, ജനറൽ കൺവീനർ ജോസി ഡൊമിനിക്, പബ്ലിസിറ്റി കൺവീനർ ചാക്കപ്പൻ ആന്റണി, CT തോമസ്, സെബാസ്റ്റ്യൻ വർഗീസ്, JC ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പാടശേഖരങ്ങളുടെ ബണ്ട് ശാസ്ത്രീയമായി കെട്ടി ബലപ്പെടുത്തുക, എല്ലാ പാടശേഖരങ്ങളിലും നെൽകൃഷി ആദായകരമായി ഇടത്തട്ടുകാരുടെ ഇടപെടൽ കൂടാതെ നടത്തുന്നതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക, വെള്ളത്താൽ ചുറ്റപ്പെട്ട കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുക, നെല്ല്, തെങ്ങ്, താറാവ്, മത്സ്യകർഷകരുടെ നിലനിൽപ്പിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഉന്നയിക്കും. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന്റെ പ്രവർത്തനത്തിന് ആലപ്പുഴ വളഞ്ഞവഴിയിൽ തുടക്കമായി. പുന്നപ്ര വിയാനിപ്പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് വളഞ്ഞവഴി പടിഞ്ഞാറ് പ്രവർത്തനം ആരംഭിച്ചത്. H. സലാം MLA ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന്റെ പ്രവർത്തനത്തിന് ആലപ്പുഴ വളഞ്ഞവഴിയിൽ തുടക്കമായി. പുന്നപ്ര വിയാനിപ്പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് വളഞ്ഞവഴി പടിഞ്ഞാറ് മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന് സമീപം നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. H. സലാം MLA ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്, പഞ്ചായത്ത് അംഗങ്ങളായ അനിത സതീഷ്, ആശ സൂരജ്,
മത്സ്യഫെഡ് ജില്ലാ മാനേജർ ബി ഷാനവാസ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആലപ്പുഴ റീജിയണൽ എക്സിക്യൂട്ടീവ് PR കുഞ്ഞച്ചൻ, ഫിഷറീസ് ഓഫീസർമാരായ അശോക് കുമാർ, മേരി ചെറിയാൻ, ലക്ഷ്മി മോൾ, ത്രേസ്യാമ തോമസ്, PM ബിനോയ്, D ദിലീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി DYFI ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ സക്രിയ ബസാർ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി നിധിയിലേക്ക് നൽകുക, വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മഴക്കാലത്ത് മെക്കനൈസ്ഡ് ഡീവാട്ടറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കുട്ടനാട്ടിലെ ജലനിരപ്പ് പരിധിയിൽ നിർത്തുക, കനാലുകളിലും തോടുകളിലും ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന എക്കലുകൾ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 വഞ്ചനാ ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന്റെ പ്രവർത്തനത്തിന് ആലപ്പുഴ വളഞ്ഞവഴിയിൽ തുടക്കമായി. പുന്നപ്ര വിയാനിപ്പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് വളഞ്ഞവഴി പടിഞ്ഞാറ് പ്രവർത്തനം ആരംഭിച്ചത്. H. സലാം MLA ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.